ജീവിക്കുന്ന ഞാനായിട്ട് എന്നെ മനസ്സിലാക്കണം. ജീവിക്കുമ്പോൾ ഞാനും ലോകം ഒന്നോ രണ്ടോ ഒന്ന്. അങ്ങനെ ഞാൻ എന്നെ പഠിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കും എന്നെ കാണുന്നത് അല്ലേ? അപ്പോൾ എന്നെ പറ്റിയുള്ള പഠനം ലോകത്തെ പറ്റിയുള്ള പഠനം കൂടി ആവണ്ടേ? എങ്കിലല്ലേ ലോകത്തിൻ്റെ ഭാഗമായ എന്നെപ്പറ്റി ഞാൻ അറിയുള്ളൂ. മനസ്സിലായ? അപ്പോൾ ലോകത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന എന്നെപ്പറ്റി ഞാൻ അറിയുമ്പോൾ ആ അറിവ് ലോകത്തെ സംബന്ധിക്കുന്ന അറിവും കൂടിയായി തീരും. മനസ്സിലായ? എന്നെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ എന്തായിരിക്കും ശരി? ഞാൻ ആര്? നീ ആര് എന്ന് ഞാൻ നിന്നോട് ചോദിക്കും. നീ ഉത്തരം പറയേ അതൊക്കെ പറയാം. സ്റ്റുഡൻ്റാ? അത് നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു സ്റ്റേജിനെ പറ്റി പറയുന്നു. അത് നീയല്ല. നിന്റെ ജീവിതത്തിൽ ഒരു സ്റ്റേജ് മാത്രമാണ്. അടുത്ത ആൾ പറയും നീ ആര്? ആ സ്റ്റേജ് ആർക്കുണ്ടോ അതല്ലേ നീ, അല്ലേ? ആ സ്റ്റേജിൽ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് ആര്? അതാണ് നീ. ആണോ അല്ലേ? ആണോ? നീ പറയേ തെറ്റിപ്പോകട്ടെ. തെറ്റിയ ആൻസറിൽ നിന്ന് എനിക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ സാധിക്കാൻ പറ്റും. പറയേ, പേര് പറയും അല്ലേ? നിന്റെ പേരെന്താ? പ്രതീക്ഷ. ഞാൻ പ്രതീക്ഷയാണെന്ന് പറയും അല്ലേ? അത് നിന്റെ പേരല്ലേ? അത് നീയാണോ? അത് നീയാണോ? നിന്റെ പേരാണോ? ഞാൻ നിന്റെ പേരെന്തെന്നല്ല ചോദിച്ചത്, നീ ആരാണെന്ന്. ഈ പേരുള്ള വ്യക്തി ആര്? മനുഷ്യൻ എന്ന് പറയുന്നത് നീ ഏത് ജീവിവർഗത്തിൽപ്പെട്ടത് എന്നേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഒന്നും പറയാനൊക്കില്ല. ഏത് പറഞ്ഞാലും അത് എന്തായിരിക്കും? പലതരത്തിൽ എന്നെ പറ്റിയുള്ളതായിരിക്കും, അല്ല എൻ്റേതിനെ പറ്റിയുള്ളതായിരിക്കും. ഞാൻ ഏത് വർഗത്തിൽപ്പെട്ടത്, എൻ്റെ പേരെന്ത്, പിന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് എല്ലാം നിന്നെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്നെ പറ്റിയല്ല പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നീ പേരോട് കൂടിയ ആളാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രായമുണ്ട്, ഈ പ്രായത്തിലെത്തി നിൽക്കുന്ന നീ ആര്? മനസ്സിലായ? നമുക്ക് അറിയാവുന്നതെല്ലാം നീ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതെന്ത്? അതെല്ലാം എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റേതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? എൻ്റെ ജീവിത ഘട്ടമേത്, വിദ്യാർത്ഥി അല്ലെങ്കിൽ പിന്നെ ടീച്ചർ ട്രെയിനി എന്ന ഘട്ടത്തിൽ നിൽക്കുന്നു, അത് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു, ഇങ്ങനെ ഓരോ കാര്യവും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റേത് എന്ന് പറയാവുന്ന എൻ്റെ പേര്, എൻ്റെ ഇന്നാളുടെ അച്ഛൻ, ഇന്ന അച്ഛൻ്റെ അമ്മയുടെയും മകള് അല്ലെങ്കിൽ മകൻ, ഇങ്ങനെ പോകും. എല്ലാം എൻ്റേതിനെ സംബന്ധിക്കുന്നതാണ് അല്ലേ? ഞാനെന്നുള്ളതിനെ സംബന്ധിക്കുന്നതാണോ? ആണോ? ഇല്ല. അപ്പോൾ ഞാൻ ആര് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലേ? അറിയാമോ? അറിയാം? ഇല്ലാന്ന് അറിയാമോ? നിങ്ങൾ പറയാൻ കേൾക്കാൻ വയ്യ. അറിയില്ല. അത് ഉറക്കെ പറയോ? ധൈര്യം ആയിട്ട് പറഞ്ഞോ.
അറിയില്ല. അപ്പോൾ ഞാൻ ആര് എന്ന് അറിയാതെ എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ കാലം കഴിഞ്ഞ് അങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കണ്ടേ? വേണ്ടേ? സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും അവരും അവരുടെ ജീവിതം ജീവിക്കുവാൻ അവർ ശക്തരായി തീരത്തക്കവണ്ണം അവരെ വളർത്തിയെടുക്കണ്ടേ? അത് നിങ്ങൾക്ക് സാധിക്കുമോ? കാരണം നിങ്ങൾക്ക് ഒരു വശമേ അറിയാമോ, അല്ലേ? അവശ്യം അറിയണ്ട, ഒഴിവാക്കാനാവാത്ത മറ്റേ വശമാണ് ഏത്? ഞാൻ ആര് എന്നുള്ളത് അതില്ല. അപ്പോൾ നിങ്ങൾ ആര്? ഇത്രയും പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിക്കുന്നതല്ല. രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഞാൻ, മറ്റേത് എൻ്റേത്. സംസ്കൃതത്തിൽ പറയും അഹം, മറ്റേത് മമ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, മമ എന്ന് പറഞ്ഞാൽ എൻ്റേത്. അഹംത മമത. അതിൽ മമതയുടെ വശത്ത് അല്ലെങ്കിൽ എൻ്റേതിൻ്റെ വശത്ത് ഉള്ളത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്. അഹം എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. അറിയാമോ അഹം ആര്? അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഓരോരുത്തരിലും ഇരിക്കുന്ന ഞാൻ ആര്? ആലോചിച്ചു. എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആര്? അറിയാമോ? അറിയാമോ? പറയേ. ഞാൻ ആര് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുന്നില്ല. സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അറിവിൻ്റെ ആ തലത്തിലെത്തിയപ്പോൾ നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്നു, ഞാനിപ്പോൾ ഇരുട്ടിലാണ്, അല്ലേ? അറിവിൻ്റെ ലോകത്ത് ഞാനിപ്പോൾ ഒരു ഇരുട്ടിലാണ്, ഞാൻ എന്നെ അറിയുന്നില്ല. ആ തലത്തിൽ ഞാൻ ഇരുട്ടിലാണ്. ഞാൻ ഇരുട്ടിലാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതറിയുന്നുണ്ടോ? ചോദിച്ചത് മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ ഒരു ഇരുട്ടിലാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലേ? അറിയുന്നുണ്ടോ? അറിവ് എന്ന് പറയുന്നത് ഇരുട്ടാണോ വെളിച്ചമാണോ? അപ്പോൾ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു വെളിച്ചം, അല്ലേ? ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് അറിയുന്ന ഒരു വെളിച്ചമില്ലേ? അല്ലേ? ഇരുട്ടിൽ ഇരുന്നുകൊണ്ട് പ്രകാശിക്കുന്ന ഒരു വെളിച്ചം. മനസ്സിലായ? നാരായണ ഒരു ഇതിനെപ്പറ്റി പറയുന്നു. നിങ്ങൾ സർക്കസ് കണ്ടിട്ടുണ്ടോ? സർക്കസിൽ റോപ്പ് വാക്കിംഗ് എന്നുള്ള ഐറ്റമുണ്ട്, അറിയാമോ? കയറ് കെട്ടിയിട്ട് അതിൽ കൂടെ നടക്കും. ചിലപ്പോൾ അതിൽ കൂടെ സൈക്കിൾ ഓടിക്കും. അപ്പോൾ സൈക്കിൾ ഓടിക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ ആ കയറങ്ങ് അറ്റുപോയി. അയാൾ താഴെ നിന്ന് വീഴില്ലേ? അവിടെ ആരും സഹായിക്കാൻ, ചിലപ്പോൾ നല്ല ഇങ്ങനെയുള്ള എക്സസൈസ് നടക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു വലിയ ടാർപ്പാളിനെ പോലെ ഒന്ന് പിടിച്ചിരിക്കും. അതും പിടിച്ചിട്ടില്ല. ഇയാളവിടെ താഴെ വീണുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അയാൾ വിളിക്കുകയാണ്, അയ്യോ ഞാനിവിടെ താഴെ വീണതേ, എന്നെ രക്ഷിക്കണേ. വിളിക്കില്ലേ? വിളിക്കും. അതുപോലെ ഒരവസ്ഥയാണ്. ഞാൻ എന്നെപ്പറ്റി അറിയാൻ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലവിളിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്നു, അറ്റാൽ ഇരുളിലിരിക്കുന്നു തുറ്റോനിവനെന്ന് വിരക്കിൽ അല്ലതാവും. കയററ്റുപോയി. അവിടെ താഴെ വന്ന് വീണു. അവിടെ വീണ് കിടന്നുകൊണ്ട്